നമ്മൾ കിഴക്കേക്കോട്ട എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ റൗണ്ടിലേക്ക് കയറും. രാമനെ കാണാനായിരിക്കുമല്ലേ അവിടെ കൂടുതൽ പേര് കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊരു പട തന്നെ ഉണ്ട്. ഒപ്പം നിരവധി പേരുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ റൗണ്ടിലേക്ക് കയറാൻ പോവുകയാണ്. ദേവിലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയിട്ട് രാമനിത് ഇപ്പോൾ കിഴക്കേക്കോട്ട എത്തി. നല്ല ആളുണ്ട്, നല്ല തിരക്കുണ്ട്. രാമനെ കാണാനായിട്ട് തന്നെ ഒരു വലിയ ജനാവലി ഒപ്പമുണ്ട്. അപ്പോൾ ആ രണ്ട് തിരക്കും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു വല്ലാത്ത തിരക്ക് അല്ലെങ്കിൽ വലിയ അനുഭവമായിരിക്കും എന്നുള്ളത് ഉറപ്പാണിത്. കുറേ പേരുണ്ട്. ചേട്ടാ ഇതെന്താണ് നിങ്ങളുടെ മുണ്ടില് പൂരത്തിന്റെ കണക്കാണോ? പൂരത്തിന്റെ സ്പെഷ്യൽ മുണ്ടാണ്. സ്പെഷ്യൽ മുണ്ട്. ആ മുണ്ടൊന്ന് കാണിച്ചോ. മുണ്ട് കണ്ടോ പൂരത്തിന്റെ? ഇത് രാമൻ സ്പെഷ്യലാണോ? രാമൻ സ്പെഷ്യൽ അല്ല, നമ്മൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്പെഷ്യൽ മുണ്ട് ഇറക്കിയിട്ടുള്ളതാണ്. നെയ്തിലക്കാവ് അല്ലെ? നെയ്തിലക്കാവ് കമ്മിറ്റിക്കാരൊക്കെ ഈ മുണ്ടാണല്ലോ ഇന്ന്. അപ്പൊ പൂരത്തിന്റെ കണ്ടോ മുണ്ടിലൊക്കെ പൂരം ഡിസൈൻ ചെയ്തുള്ള പൂരൊക്കെയാണ്. അപ്പൊ കളറാക്കാണ് പൂരം. എല്ലാവരും ഉണ്ടല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട്? ഇങ്ങനെ ഞങ്ങൾ 5-8 പേരുണ്ട്. 5-8 പേര് ഈ പൂര സ്പെഷ്യൽ മുണ്ടായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് പൂര ആസ്വദിക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള ആസ്വാദനമാണല്ലോ നമുക്കൊക്കെ. ഇപ്പോൾ നമ്മൾ കിഴക്കേക്കോട്ട കഴിഞ്ഞു. ഇപ്പോൾ അധികം വൈകാതെ തന്നെ റൗണ്ടിലേക്ക് എത്തും. നമ്മളോട് പങ്കുവെച്ചത് അതെല്ലാം എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ഇവിടെ വലിയ തിരക്കുണ്ട്. ലിഷോയ് പരിചയപ്പെടുത്തിയ കക്ഷി തീർച്ചയായും സുനിച്ചേട്ടൻ. ഇവിടെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വലിയ ആളാക്കികളെ. അപ്പൊ എങ്ങനെയുണ്ട് പൂരൊക്കെ? പൂരൊക്കെ അടിച്ചു പൊളിക്കൽ. എല്ലാവരും തൃശ്ശൂർക്കാരും മൊത്തം ഇവിടെ ആഘോഷിക്കാൻ ബൈബിലായി വന്നല്ലോ. ചേച്ചി എന്തുണ്ട് വിശേഷം? കേറിക്ക്. പൂരാവേശൊക്കെ ആയോ? പൂരാവേശമായി. ഇന്നിപ്പോ എപ്പോഴാ പോവാ? വെടിക്കെട്ട് കൊണ്ട് കഴിഞ്ഞിട്ട് മറ്റേ ഏതൊക്കെ ഇതിനകത്തേക്ക് കയറുന്നത്? എലിഞ്ഞിത്തറയ്ക്ക് കയറുന്നുണ്ടോ അതോ കുടമാറ്റം കാണാൻ? മേളം, കുടമാറ്റം, വെടിക്കെട്ട് എന്ന് വേണ്ട സകലമാന സാധനങ്ങളും നമ്മുടെ കേരളത്തിന്റെ തൃശ്ശൂർക്കാരുടെ എല്ലാവരുടെയും എന്തൊക്കെയുണ്ടോ അതൊക്കെ കണ്ടിട്ട് പോകുള്ളൂ. എല്ലാ കൊല്ലം വരാറുള്ളതല്ലേ? എല്ലാ കൊല്ലം വരാറുണ്ട്. ഇപ്രാവശ്യം തിരക്ക് കൂടുതലുണ്ട്. പക്ഷെ ഇപ്പൊ ഇത്തിരി ചൂട് കുറവുണ്ട്. മഴക്കാരൊക്കെ ഉണ്ടെന്നുകൊണ്ട് എന്നാലും എല്ലാവരും വന്നിട്ടുണ്ട്. എന്താ പറയാ, പൂരൊക്കെ അടിച്ചു പൊളിക്കുക. അത്ര തന്നെ. ചൂടിനൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇല്ല. ഏതോ ഒരു യൂണിഫോം ടീം കാണുന്നത്. ഇവർ ഏതെങ്കിലും വോളണ്ടിയേഴ്സ് ആണോ എന്താണെന്ന് അറിയില്ല. എന്താ എവിടെന്നാ? എന്റെ അമ്മ പൂരം കാണാൻ അവിടുന്ന് ഈ ഉടുപ്പിലാണോ പോകുന്നത്? എല്ലാ വർഷവും എല്ലാവരും ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ് ഇവിടെ. തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഉണ്ട്. വലിയ 10,000-6,000 മെമ്പേഴ്സിലൊരു സംഘടനയാണ് തൃശ്ശൂർ കുവൈറ്റിൽ മാത്രം. അതിന്റെ ഭാഗമായിട്ട് ഒത്തുചേർന്ന കുറച്ച് ആളുകൾ ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ പൂരങ്കടീസായി മാറി. ഇപ്പൊ 10 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഇപ്പൊ സ്ഥിരം എല്ലാ വർഷവും 3-4 ദിവസങ്ങളിൽ അങ്ങനെ പറയരുത്. പൂരത്തിന് വന്ന എല്ലാവരും പൂരങ്കടീസ. എല്ലാവരും തൃശ്ശൂർക്കാരാ. ഞങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരാ. എല്ലാവർക്കും 22 വയസ്സുള്ളൂ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം പൂരത്തിന് വന്നു കഴിഞ്ഞാൽ എത്ര പ്രായം നമ്മൾ പൂരങ്കടീസ് എല്ലാവരും കൂടി ഒരു പൂരപ്പാട്ട് പാടിയാലോ? പക്ഷേ ഒരു കാര്യം
കാര്യമുണ്ട്. നിങ്ങളിപ്പോ കാന്ത ഞാനും വരാന്ന് പറഞ്ഞു. കാന്താന്ന് വിളിച്ച് നിങ്ങളോട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടല്ലോ? അവരൊക്കെ വന്നിട്ടുണ്ടോ? അല്ല, അത് ശരിയല്ല. കാന്താന്നുള്ള പാട്ട് പാടി നിങ്ങൾ ഗൾഫിൽ നിന്ന് വിമാന ടിക്കറ്റ് എടുത്ത് പോന്നേക്കണു. ഭാര്യമാരോടെ ചെല്ലുമ്പോ കിട്ടും. അപ്പൊ ഇവരുടെയൊക്കെ ഭാര്യമാരോടാണ് പാട്ടൊക്കെ പാടുമ്പോ കാന്ത ഞാനും വരാന്ന് പറയും. പക്ഷെ ഇവരെ വന്നിട്ടുള്ളൂ. മനസ്സാണ്. ഞങ്ങള് കണ്ടില്ലെങ്കിലും കാന്ത പോയി കണ്ട് ആസ്വദിച്ചു വരുമെന്ന് പറഞ്ഞാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം അവരെ കൂട്ടി വരണം. എന്നിട്ട് കാന്ത ഞാനും വന്നു എന്ന് പാടിക്കണം. ഓക്കെ, അപ്പൊ സന്തോഷം. ഇനി എന്താ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി എന്താ? ഒരു 4 ദിവസം ലീവ് എടുത്തിട്ട് ഞങ്ങൾ വരാം കുവൈറ്റിൽ നിന്ന്. ഇതിനു വേണ്ടി മാത്രം സാമ്പിളിൽ നിന്ന് വരും. നാളെ പുറകെ കഴിഞ്ഞാൽ തിരിച്ചു. അതാണ്. വീട്ടിലൊക്കെ പോയായിരുന്നു. അച്ഛനമ്മേനൊക്കെ കണ്ടോ? അച്ഛനമ്മേനെ കൂടെ കണ്ടിട്ട് പോണേ കേട്ടാ. പൂരൊക്കെ കണ്ട് ഇതിപ്പോ കണ്ടല്ലോ. എന്തായാലും വീട്ടുകാരെ അറിയിക്കാതെ വന്നെങ്കിലും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഗംഭീര പൂരം, ഹാപ്പി പൂരം, ഉമ്മട പൂരം. ഓക്കെ, അപ്പൊ ഇതാണ് തൃശ്ശൂരുകാരുടെ ഇത്. പല സ്ഥലത്ത് ഉമ്മട പൂരം. തൃശ്ശൂരിൽ നിന്ന് പലയിടത്തും പോയിട്ടുള്ളവർ ഈ പൂരക്കാലത്താണ് വരുന്നത്. അവർക്ക് ആഘോഷിക്കാൻ, പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ പുതുക്കാനുള്ള സമയമാണ്.